ഡിമാൻഡ് കൂടിയതോടെ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ചാലയിൽ ഗ്യാസ് സിലിണ്ടർ മോഷണം. ആര്യശാലയിലെ VS ഹോട്ടലിൽ നിന്ന് പുലർച്ചെയായിരുന്നു മോഷണം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ മോഷണത്തിന്റെ സമഗ്ര റിപ്പോർട്ടുമായി വാർത്തകളുമായി അജ്മൽ ദിരാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി തിരുവനന്തപുരത്ത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഉണ്ടായ ഈ പാചകവാതക വിതരണത്തിലെ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളെയും ബാധിച്ചതുപോലെ തന്നെ കേരളത്തെയും അത് രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തെ 10% ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരം ചാലയിൽ ആര്യശാലയിൽ പ്രവർത്തിക്കുന്ന VS ഹോട്ടലിൽ നിന്ന് ഒരു സിലിണ്ടർ മോഷണം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സിലിണ്ടർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെയൊക്കെ ഇപ്പോൾ കടയുടെ ഉടമസ്ഥൻ ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? രാവിലെ സ്ഥിരം വരുന്നത് പോലെ 5:30 വന്ന് ഷോപ്പ് തുറക്കുന്ന സമയത്ത് വൺ സൈഡ് ലൈറ്റ് ഇല്ല. എന്താണ് ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് നോക്കി പോയപ്പോഴേക്കും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അത് ഓണാക്കി നോക്കിയിട്ട് സിലിണ്ടറിലേക്ക് അടുത്ത് വന്നപ്പോഴാണ് സിലിണ്ടർ കാണാനില്ല. പിന്നെ CCTV ക്യാമറ എല്ലാം പരിശോധിച്ചപ്പോഴേക്ക് മോഷണം പോയിരിക്കുന്നതായിട്ട് കണ്ടു. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അടുത്ത ഷോപ്പുകാരോട്ടുള്ള പ്രശ്നങ്ങളിൽ ഇന്നലെ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ മോഷണം എന്നാണ് ഞങ്ങളുടെ ഒരു. ഇപ്പോൾ ശേഖരത്തിലുണ്ടായിരുന്ന അവസാന സിലിണ്ടറാണോ? സിലിണ്ടറായിരുന്നു. ഇന്നത്തേക്കും നാളത്തേക്കും വെച്ചിരുന്ന സിലിണ്ടറായിരുന്നു. തിങ്കളാഴ്ച തൊട്ട് സിലിണ്ടർ കിട്ടിയില്ലെങ്കിൽ ഷോപ്പ് പൂട്ടാനുള്ള ഇരുത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സിലിണ്ടർ നഷ്ടപ്പെട്ടപ്പോൾ ഇന്നിപ്പം ഊണ് കാര്യങ്ങളൊന്നും നിർത്തിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. വിറകടുപ്പ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. വിറകടുപ്പ് ഉപയോഗിക്കുന്നില്ല. നേരത്തെ ഉപയോഗിച്ചു, പക്ഷേ അത്രയും പുകയുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി അത് ഉപേക്ഷിച്ചതാണ്. നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പോലീസ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കണം. കാരണം സിലിണ്ടർ ഒന്നാതിപ്പോൾ ഇല്ലാതെ കിടക്കുന്ന സിലിണ്ടറാണല്ലോ. അപ്പം ഹോട്ടലിൽ മുന്നോട്ട് ബുദ്ധിമുട്ടാണ്. ഇന്നും നാളെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന സിലിണ്ടറായിരുന്നു എടുത്തിട്ട് പോയത്. ഈ പറഞ്ഞ പോലെ വാണിജ്യ സിലിണ്ടറുകളുടെ പ്രതിസന്ധി എന്ന് പറയുന്നത്, അതിന്റെ ലഭ്യതക്കുറവിലുണ്ടായ പ്രതിസന്ധി സംസ്ഥാനത്ത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം രൂക്ഷമാകുന്നു എന്നുള്ള കാഴ്ചകളാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.